അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടോക്കിട്ടോ. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെത്തിയ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണല്ലേ രാവിലെ ആദ്യം ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. ഓട്ടടക്കുള്ള മാവ് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. പച്ചരിയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന്. അപ്പോൾ അത് കഴുകി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തേക്ക് കുറച്ച് ചോറും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടേന്. പിന്നെ ജാർക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മളെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടടക്ക് നമ്മൾ മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയുള്ള മാവാവണം. ലൂസായിട്ടുള്ള മാവാകുമ്പോൾ ഓട്ടട നന്നായിട്ട് കിട്ടൂല കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടെങ്കിലും അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ചോറൊന്നും ചേർക്കൂല കേട്ടോ, ഞാൻ അരി അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്ന് ചോറ് ചേർത്തിട്ടുള്ള ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ തേങ്ങ ഞാൻ അരി അരച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് അരച്ചെടുക്കലാണ്. ഇന്നിപ്പോൾ തേങ്ങ ചിരകി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പം ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ഓട്ടടൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനി. ഇപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം ഓട്ടടൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ ആ അപ്പം വെളുത്ത് നിൽക്കും കേട്ടോ. മേലെ ഭാഗം അങ്ങനെ വേവാതെ വെള്ള കളറായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓട്ടട ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കാണിക്കുമ്പം ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്, ഓട്ടട ഈ ഓടിൻ്റെ ചട്ടിയിലൊക്കെ ചുട്ടാൽ നന്നാവുമോ എന്നുള്ളത്. ഈ മണ്ണിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഏറ്റവും നല്ലത്. മണ്ണിൻ്റെ ചട്ടിയിൽ ഓട്ടട ചുടുമ്പോഴാണ് ഓട്ടട നല്ല രീതിയിൽ കിട്ടുക. അതേപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഗ്യാസുമ്മൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അങ്ങനെ ഞാനും ചുട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ കമൻറ്റിലൂടെ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കണമല്ലേ. അപ്പോൾ ഞാനും ഓട്ടടൻ്റെ മാവ് അതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചുട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതേപോലെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇതേപോലെയുള്ള മണ്ണിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വിറകടുപ്പിലാണെങ്കിലും ഗ്യാസുമ്മലാണെങ്കിലും ഒക്കെ ഓട്ടട നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഓട്ടടക്ക് നല്ല ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹോൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ പിന്നെ അടച്ചു വെച്ചാൽ മതി. അപ്പം നല്ല ആരെടുത്ത നല്ല പൊങ്ങിയ ഓട്ടട കിട്ടും. എനിക്ക് ഇങ്ങനത്തെ ഓട്ടടയാണ് കേട്ടോ ഇഷ്ടം. ഈ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള ഓട്ടടയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മാവ് തീക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കും. അപ്പോൾ ഇങ്ങനെ ആ ചെറിയ ചെറിയ ഹോൾസ് വരുമല്ലോ, ആ ഒരു സമയത്ത് പിന്നെ അടച്ചു വെക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓട്ടട ചുട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ഓട്ടടക്കുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസം തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കൈ കൊണ്ട് ചട്ടി ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ഇതേപോലെ ചട്ടകം കൊണ്ട് എടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഫോണായതുകൊണ്ട് തുണി പിടിച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ചട്ടകം കൊണ്ട് തന്നെ എടുത്തത്. പിന്നെ ഓട്ടട ചുടുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. കറി എന്നൊന്നും പറയാൻ പറ്റില്ല, പിന്നെ മമ്പയറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചാണ്ട് ഒഴിച്ചു കൊടുക്കണമൊന്നുമില്ല. മമ്പയർ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടേന്. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടാണ്ട് പിന്നെ നമ്മൾ മമ്പയറായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര എളുപ്പമല്ലേ വീഡിയോയിൽ കാണുമ്പോൾ കുക്കിംഗ് ഒക്കെ അറിയുമ്പോൾ തന്നെ കഴിയും. പക്ഷേ ഇത് ഉണ്ടാക്കുന്നവർക്കല്ലേ അറിയുള്ളൂ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ ഉള്ളത്. പിന്നെ വയസ്സായ ആൾക്കാരൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പം ഇങ്ങനെ പറയില്ലേ, ആ പെണ്ണ് എത്ര എളുപ്പമാണ് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണെന്നൊന്നും ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എൻ്റെ വല്യമ്മയൊക്കെ അതിൽ പെട്ടതാണ് കേട്ടോ. വല്യമ്മയൊക്കെ അങ്ങനെ വീഡിയോ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എളുപ്പമാണ് ആ പെണ്ണ് ഓരോ പണികൾ ചെയ്യുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു മമ്പയർ കൊടുത്തേക്കാണ്. പിന്നെ ഞാൻ കുറേ ദിവസം മുന്നേ ഒരു വീഡിയോയിൽ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ ഇതേപോലെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചില കൂട്ടുകാർ കമൻറ്റിലൂടെ ചോദിക്കലുണ്ടായിരുന്നു കേട്ടോ, ആ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടായോ, എന്താണ് അതിൻ്റെ അവസ്ഥ, വീഡിയോയിൽ കാണിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയ ഇലകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു ഉഷാറില്ലാത്തത്. ഇത് കുറച്ച് ഉഷാറില്ലാത്ത രീതിയിലാണ് വളർന്നു വരുന്നത്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ, ചെറുതാണ് കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറായിട്ട് വരുന്നില്ല. ഇനി സൂര്യപ്രകാശം തട്ടായിട്ടാണോ എന്താണെന്നറിയില്ല, അതോ ഇനി ഇത് വെള്ളത്തിൽ ഉണ്ടാവാത്ത ചെടിയാണോ എന്നോ അതും അറിയില്ല കേട്ടോ. വേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് വലിയ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് വലിയ ബോട്ടിലൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ.
ഇതൊക്കെ ഒരു രസമല്ലല്ലേ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സംതൃപ്തി വരുന്ന പോലെ ഉണ്ടാവും അല്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഈ ഒരു പ്ലാന്റൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളരുന്നുണ്ട്. നല്ല വലിയ ലീഫൊക്കെ തന്നെയാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ താഴെ പഴുത്ത ലീഫൊക്കെ ഉണ്ട്. ഇനി അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വലിയ വലിയ ചാനലിലൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കത് അതേപോലെ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഉള്ള സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. എപ്പോഴും നമ്മൾ അങ്ങനെ ആവണം. നമ്മൾ ഒരാളെ കണ്ടിട്ട് പിന്നെ നമ്മളെ വിലയിരുത്തരുത്. അവർക്ക് ചെയ്യാൻ പറ്റണതൊന്നും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും നമ്മളെ പരിമിതികൾ നോക്കിയിട്ട് നമുക്കിഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ വേറെല്ലോല് ചെയ്യണത് കണ്ടുകൊണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കാവാൻ പറ്റുമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേറെല്ലൊരാളാവാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ വേറെല്ലാ ആൾക്കാരെ ഉയർച്ചയിൽ ഒരിക്കലും നമ്മൾ അസൂയപ്പെടരുത്. അതേപോലെ നമുക്കും ഉയർച്ചയിൽ എത്തണം എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളും ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ ആരും അല്ല കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് വന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യൽ. അപ്പോൾ അങ്ങനെ പറയാമെന്നുള്ളൂ. ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരുന്ന് ഓരോ മുലക്കലിരുന്നാണ്ട് സമയം കളഞ്ഞിന് ഒരു സ്ത്രീ തന്നെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ വെറുതെ സമയം കളയാൻ നമുക്കില്ല. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമാണ് കേട്ടോ. ഒരുപാട് സമയം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണം, അതേപോലെ കാറ്ററിങ്ങിൻ്റെ ഓർഡറൊക്കെ കിട്ടുമ്പോൾ അത് ചെയ്യണം. അങ്ങനെ ഒരുപാട് പിന്നെ ആഗ്രഹങ്ങളും ഉണ്ട് മനസ്സിൽ. അതേപോലെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നല്ലോണം പ്രാർത്ഥിക്കലും ഉണ്ട് കേട്ടോ. അല്ലാതെ എങ്ങനെ ഇപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ ചെയ്യാൻ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ ഇന്ന് ഇതേപോലെ സുബഹിക്ക് നിസ്കരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് നമുക്ക് നല്ലൊരു ഓർഡറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓർഡറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ച് വലിയ ഓർഡർ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ആണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഉച്ചക്കും ഉണ്ടാക്കണം, അതേപോലെ തന്നെ 10 മണിക്ക് സ്നാക്സും അതിക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വലിയ ഓർഡർ ആയതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് തന്നെ അതിനൊരുങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ ധൈര്യത്തോടെ ഇൻഷാ അല്ലാ ഓർഡറൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ഓർഡറൊക്കെ ഏറ്റെടുത്തിക്കണം. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ എന്നെ ഒരു സഹോദരിൻ്റെ രൂപത്തിൽ കണ്ടിട്ട് കുറേ കൂട്ടുകാർ നമുക്ക് കമൻറ്റിലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരലുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡർ കിട്ടിയ കാര്യം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സന്തോഷത്തോടെ പറഞ്ഞത്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ലല്ലോ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ശനിയാഴ്ച നമുക്ക് വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞായറാഴ്ച വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശനിയാഴ്ച വീഡിയോക്ക് വെയിറ്റ് ചെയ്ത് ആരും നിൽക്കണ്ട. ഞാൻ ഷോർട്സൊക്കെ ചെറിയതായിട്ട് ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇടണ്ട്. അപ്പോൾ നല്ല ബിസി ആകുമ്പോൾ നമ്മൾ നല്ലൊരു കാര്യം നമുക്ക് ഏറ്റെടുത്ത് ചെയ്യുമ്പം അത് ഭംഗിയോടെ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്കാരും പിന്നെ അപ്പോൾ വീഡിയോ ഇടാനൊന്നും മൂടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് 2 മണി മുതൽ വെയിറ്റ് ചെയ്തിരിക്കണ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ നേരത്തെ പറഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു കഴിഞ്ഞ കാറ്ററിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സ്. ആ ഷോർട്സ് അത്യാവശ്യം നല്ലോണം പിന്നെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. 93,000 പിന്നെ വ്യൂസൊക്കെ കിട്ടിയിരിക്കുന്നു കേട്ടോ ആ ഒരു വീഡിയോക്ക്. അപ്പോൾ അതിന്മേന്ന് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട്. ഇപ്പം അൽഹംദുലില്ലാ 39K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിനൊക്കെ കാരണം നിങ്ങളാണ്. നമ്മൾ ഡെയിലി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, വീഡിയോക്ക് ലൈക്ക് തരുന്നുണ്ട്, കമൻറ്റ് തരുന്നുണ്ട്, വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് നമ്മൾ പിന്നെ 39K സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിയത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരനെ ചില കൂട്ടുകാരൊക്കെ ഉണ്ട് സങ്കടപ്പെട്ട് ജീവിതം തള്ളി നീക്കി പോണവരില്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട്. പിന്നെ ഒരാൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാവില്ല വേറൊരാൾക്ക്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. അപ്പോൾ സങ്കടപ്പെട്ട് ജീവിതം ഒരിക്കലും തള്ളി നീക്കി പോകരുത്. സങ്കടപ്പെട്ട് ജീവിക്കാനുള്ളതല്ല ജീവിതം. സന്തോഷത്തോടെ ഇരിക്കണം ഏത് സമയത്തും. പിന്നെ സങ്കടം ഉണ്ടെങ്കിൽ മാത്രമല്ലേ സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റല്ലേ.
കാരണം ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക്. അപ്പോൾ അതിനുള്ള വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോകില്ല. പിന്നെ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ആവുമ്പം പിന്നെ കഷ്ടപ്പാട് പിടിച്ച ജീവിതമാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ കൊടുത്താണ്ട് എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് കല്യാണം കഴിച്ച് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പോൾ തന്നെ ഒരുപാട് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണല്ലേ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊക്കെ കാണാൻ പറ്റും. നമ്മൾ മക്കളെ കല്യാണം കഴിച്ച് വിടുമ്പം സ്ത്രീധനമായിട്ട് കുറേ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അങ്ങനെ കടമായിട്ടാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു സ്വർണം കൊടുക്കുന്നത് നമുക്ക് നമ്മളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു ജോലി വാങ്ങി കൊടുത്തിട്ട് കല്യാണം കഴിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒന്നും നമ്മൾ ആത്മഹത്യനെ കുറിച്ചിട്ട് ഒരിക്കലും ചിന്തിച്ചു പോകരുത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല അല്ലേ. നമ്മൾ എല്ലാവരുടെ ഇടയിലും ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആത്മഹത്യ ചെയ്ത് നമ്മളെ ജീവൻ കളഞ്ഞിട്ട് എന്താ. അപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇതാ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അയിലമീൻ വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഉള്ളിത്തണ്ട് ഉണ്ടേനും അത് വെച്ചിട്ടൊരു ഉപ്പേരിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻ കറിക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചെടുത്ത് അതേപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പിന്നെ വഴറ്റിയെടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ മീനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീനൊന്ന് വേവിച്ചെടുക്കുകയാണ്. മീനൊന്ന് വെന്ത് വന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഗ്യാസുമ്മൽ ഇതാ ഞാൻ ഉള്ളിത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിത്തണ്ട് നല്ല ഇളയതാണെങ്കിലുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് കുറച്ച് മൂപ്പായിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ കൊണ്ടുവന്നിട്ടൊക്കെ. ഇവിടെ കൊണ്ടുവന്നിട്ടായതല്ല, കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതേപോലെ തന്നെയാണ് കേട്ടോ. കുറച്ച് മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ടേസ്റ്റൊന്നും ഇല്ലേനി കേട്ടോ ഉപ്പേരി. പിന്നെ ഇത് കൊണ്ടുവന്നതല്ലേന്ന് വിചാരിച്ചിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്ത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്താണ്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇളക്കി നോക്കിയാൽ മതി. വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഇതാ മീൻ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച അയിലക്കറി അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഉണ്ടാക്കലുണ്ടാവും, എന്നാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു അയിലമീൻ വെച്ചിട്ട് ഇതേപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോൾ കറി കുറച്ച് ലൂസ് തന്നെയും. അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ അത് ഉള്ളിത്തണ്ട് ഉപ്പേരി ഇപ്പോൾ വെന്ത് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി മീൻ കറിക്ക് ഞാൻ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ചതുണ്ടേനും അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്ക് ചോറൊക്കെ വിളമ്പട്ടോ. അപ്പോൾ നമ്മളെ മഞ്ജുമോളുണ്ട് സ്കൂൾക്കൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.